ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ വ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഹസ്ബൻഡ് റീസെന്റ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു ഒരു ജോബിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്റർവ്യൂ ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമുക്ക് അവര് ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് നമുക്ക് അപ്പൊ സബ്മിറ്റ് ചെയ്യാനില്ലായിരുന്നു. അപ്പൊ നമ്മൾ ജർമ്മനിയിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ജർമ്മനിയിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ് സിറ്റി രജിസ്ട്രേഷൻ. സിറ്റി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ ജർമ്മനിയിൽ പോകേണ്ടത് റാത്ത് ഹൗസിലാണ്. നമ്മുടെ നാട്ടില് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉള്ളത് പോലെ ജർമ്മനിയിലുള്ളതാണ് റാത്ത് ഹൗസ്. അപ്പൊ നമ്മൾ റാത്ത് ഹൗസിൽ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ടെർമിൻ എടുക്കണം. ടെർമിൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ടെർമിൻ എടുക്കാം. നമ്മൾ സൈറ്റിൽ കയറിയിട്ട് ടെർമിൻ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ വിളിച്ചിട്ട് നമുക്ക് ടെർമിൻ എടുക്കാൻ പറ്റും. ഞാൻ ആദ്യം ഓൺലൈനിൽ ടെർമിൻ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് ടെർമിൻ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിറ്റിയിൽ നമുക്ക് രാവിലെ 8 മണിക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അന്നത്തെ ദിവസം ആരെങ്കിലും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടെർമിൻ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചില ദിവസം വിളിക്കുമ്പം അന്ന് ടെർമിൻ ഉണ്ടാവത്തില്ല, ആരും ക്യാൻസലേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിൻ കിട്ടത്തില്ല. അങ്ങനെ ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്യാൻസലേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആ ടെർമിൻ അവർ തരും. അങ്ങനെയാണ് നമുക്ക് ടെർമിൻ കിട്ടിയത്. അപ്പൊ നമുക്ക് റാത്ത് ഹൗസിലേക്കുള്ള ടെർമിൻ കിട്ടി. അപ്പൊ നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ വിസ, പിന്നെ നമ്മുടെ മീറ്റർ ഫെട്രാഗ്, അതേപോലെ തന്നെ നമ്മൾ ഹൗസ് ഓണറുടെ കയ്യിൽ നിന്ന് ഒരു ഫോമും ഫില്ല് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകണം. ഫോമിന്റെ അകത്ത് നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ ഹൗസ് ഓണറുടെ അഡ്രസ്സും ഉണ്ടാവും. പിന്നെ നമ്മുടെയും ഹൗസ് ഓണറുടെയും സൈനും ഇട്ടിട്ട് ആ പേപ്പറും കൂടി നമ്മൾ റാത്ത് ഹൗസിൽ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ സ്പൗസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് അവർ ചോദിക്കുമ്പോൾ നമ്മൾ അത് ട്രാൻസ്ലേറ്റ് കൂടെ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഇംഗ്ലീഷിലായിരിക്കും. അത് ജർമ്മനിയിലും കൂടെ ട്രാൻസ്ലേറ്റ്, നമ്മൾ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതും കൂടെ റാത്ത് ഹൗസിൽ പോകുമ്പോൾ കാണിക്കണം. അവർ അതിന്റെ കോപ്പിയും കൂടി എടുക്കും. അതുപോലെ തന്നെ ഹൗസ് ഓണറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു ലെറ്ററും കൂടെ മേടിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പൗസ് ഇവിടെ താമസിക്കുന്നതിന് ഹൗസ് ഓണർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വേണം. അത് നമ്മൾ റാത്ത് ഹൗസിൽ പോകുമ്പോൾ അതും കൂടെ നമ്മൾ അവിടെ കൊടുക്കണം. അപ്പൊ നമ്മൾ ഇത്രയും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെറ്റർ ബോക്സിലേക്ക് നമുക്ക് മെൽഡെ ബെഷന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിറ്റി രജിസ്ട്രേഷന്റെ പേപ്പർ അതിന് പറയുന്നതാണ് മെൽഡെ ബെഷന്. അത് നമുക്ക് ലെറ്റർ ബോക്സിൽ വരും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോയർ ID, നമ്മുടെ ടാക്സിന്റെ ID നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ID നമ്പറും നമുക്ക് പേപ്പറിൽ വരും. അപ്പൊ സിറ്റി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഷുറൻസ്, നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ വേണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പാസ്പോർട്ട് വേണം, നമ്മുടെ വിസ വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ സിറ്റി രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു മെൽഡെ ബെഷനും കിട്ടും. അപ്പൊ ആ മെൽഡെ ബെഷനും വേണം. അതുപോലെ തന്നെ ഒരു സ്റ്റോയർ ID നമുക്ക് കിട്ടും. ആ സ്റ്റോയർ ID എന്ന് വെച്ചാൽ ടാക്സ് ID നമ്പർ. ഈ പറഞ്ഞ 4 ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ടെർമിൻ എടുക്കണം. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിലും എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഞങ്ങൾ നേരിട്ട് ബാങ്കിൽ ചെന്നിട്ടാണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്. അപ്പൊ നമുക്ക് ഏത് ദിവസമാണ് സ്യൂട്ട്, നമുക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം, അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മുടെ ടൈമിനും കൂടെ നോക്കിയിട്ട് അവർ നമുക്ക് ടെർമിൻ തരും. പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഷുറൻസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് മസ്റ്റ് ആയിട്ടും ജർമ്മനി വരുമ്പോൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവോക്കയുടെ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ പാസ്പോർട്ട്, വിസ, പിന്നെ വേണ്ടത് മെൽഡെ ബെഷനും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വേണ്ടതാണ് ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്. ഇത്രയാണ് നമ്മൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത്. ഇനി സ്പൗസിന് വേണ്ടിയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മാരേജ് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുപോകണം. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ 1 to 2 വീക്സ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ലെറ്റർ ബോക്സിലേക്ക് ഒരു ലെറ്റർ വരും. അതിൻ്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ ആയിരിക്കും. അപ്പൊ അതെല്ലാം കറക്റ്റ് ആണോ എന്ന് നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് സൈനും ഇട്ടിട്ട് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിലേക്ക് നമ്മൾ തിരിച്ചയക്കണം. അത് തിരിച്ചയച്ചു കഴിഞ്ഞിട്ട് ഒരു 3 to 4 വീക്സ് കഴിയുമ്പോഴേ നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് കാർഡ് വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് വിസ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് 3 മാസം അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ 6 മാസമൊക്കെ ആയിരിക്കും നമ്മുടെ വിസ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ആക്കി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഔസ്ലാൻഡ് അബിഹോടെ പോയിട്ട് അതെല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു, അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. ഇന്റർവ്യൂ ഒക്കെ ഓക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അവർ നമ്മുടെ അടുത്ത് ചോദിച്ചത്. ആദ്യം തന്നെ വിസയാണ് ചോദിച്ചത്. വിസ മിനിമം ഒരു 6 വീക്സ് എങ്കിലും വാലിഡ് ആയിരിക്കണം, 6 വീക്സ് എങ്കിലും ഉണ്ടായിരിക്കണം നമ്മുടെ വിസ. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചത് അവോക്ക, നമ്മുടെ ഇൻഷുറൻസിന്റെ കാർഡാണ് ചോദിച്ചത്. പിന്നെ നമ്മുടെ അടുത്ത് മൂന്നാമതൊരു കാര്യം കൂടെ ചോദിച്ചു, ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കൂടെ. പക്ഷെ നമ്മുടെ കയ്യിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് അവോക്കയുടെ ഇൻഷുറൻസ് കാർഡ് കിട്ടിയില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിസ തീരാറാകുന്ന സമയത്താണ് നമ്മൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് വിസയും ഉണ്ടായിരുന്നില്ല. അവര് പറഞ്ഞു അത്രയും 6 വീക്സ് ഉള്ള വാലിഡ് ആയിട്ടുള്ള വിസ ഇല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ജർമ്മനിയിലെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ടെർമിൻ എടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിൽ നേരിട്ട് ചെന്ന് അപ്പൊ തന്നെ കാര്യം ഒന്ന് കുറച്ചും കൂടെ ഈസിയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെർമിൻ എടുക്കണം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ടെർമിൻ കിട്ടിയെന്ന് വരത്തില്ല, കുറേം കൂടെ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടേണ്ട പേപ്പറുകളൊക്കെ ആണെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല. അതിനും കുറച്ച് ഡിലേ ഒക്കെ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്കൊക്കെ വരുന്നവര് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.